നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് ഗൗതം ഗംഭീർ എത്തിയതിന് പിന്നാലെ വലിയ പൊളിച്ചെഴുത്തിലേക്കാണ് ടീം ഇന്ത്യ നീങ്ങുന്നത്. ഇതുവരെ ഇന്ത്യ പിന്തുടർന്ന പല കീഴ്വഴക്കങ്ങളും തെറ്റിക്കാനുള്ള നീക്കമാണ് ഗംഭീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പല നിലപാടുകളും അദ്ദേഹം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിലൊന്നാണ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നത് നിർബന്ധമാക്കിയത്. ഇന്ത്യയുടെ പല യുവതാരങ്ങളും നിലവിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമല്ല. ഇവരെല്ലാം തന്നെ IPL കളിക്കാനാണ് കൂടുതൽ താല്പര്യം കാട്ടുന്നത്. അതിന് കാരണം കൂടുതൽ ഫെയിം കിട്ടും, അതുപോലെ തന്നെ ഒരുപാട് കാശും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും IPLിലേക്ക് തള്ളുന്നത്. ഇപ്പോഴത്തെ IPLിൽ മാത്രം കളിച്ച ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ സാധിക്കില്ല എന്നാണ് ഗംഭീർ ശക്തമായൊരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പേരിലാണ് ഇഷാൻ കിഷനും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുമൊക്കെ ഒരുപാട് പഴി കേട്ടിട്ടുള്ളത്. അവർക്കിപ്പോൾ ഇന്ത്യൻ ടീമിൽ നിന്ന് പോലും സ്ഥാനം അകലെയാണ്. ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയാണ് പുതിയ നീക്കങ്ങളുമായി ഗംഭീർ ഇപ്പോൾ തൻ്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള പല താരങ്ങൾക്കും ഇത് ഒരുപക്ഷെ 8ന്റെ പണി തന്നെയായിരിക്കും നൽകുക. രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരിക്കെ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരം ലഭിച്ചിരുന്നു. T20 ലോകകപ്പിൽ അടക്കം സഞ്ജു ടീമിൻ്റെ ഭാഗമാവുകയും ചെയ്തു. എന്നാൽ ഗംഭീർ ഇത്തരത്തിൽ സഞ്ജുവിന് വലിയ പിന്തുണ നൽകുന്ന പരിശീലകനല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ സഞ്ജു IPLിൽ സജീവമാണ്. രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായ സഞ്ജു ടീമിനെ ഫൈനലിലടക്കം കളിപ്പിച്ചിട്ടുണ്ട്. അവസാന സീസണിൽ പ്ലേ ഓഫിലെത്താനും രാജസ്ഥാന് സാധിച്ചു. എന്നാൽ IPLിൻ്റെ അത്ര പ്രാധാന്യം സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിന് കൊടുക്കുന്നില്ല എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ സഞ്ജു കേരളത്തിനായി കളിച്ചിരുന്നു. എന്നാൽ സജീവമായി സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുന്നില്ല എന്നതാണ് വസ്തുത. 2011 ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ച സഞ്ജു 62 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളാണ് കളിച്ചത്. 3623 റൺസും ഇതിലൂടെ നേടിയിട്ടുണ്ട്. 128 ലിസ്റ്റ് A ക്രിക്കറ്റിൽ നിന്ന് 3487 റൺസും സഞ്ജു നേടിയിട്ടുണ്ട്. നിലവിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം നൽകാത്ത സഞ്ജുവിന് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല എന്ന് ചുരുക്കം. ഇന്ത്യൻ ടീമിലെത്താൻ ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാവുകയും മികച്ച പ്രകടനം നടത്തുകയും വേണം. അല്ലെങ്കിൽ ഇഷാൻ കിഷന്റെയും ശ്രേയസ് അയ്യരുടെയും അവസ്ഥ ഒരുപക്ഷെ സഞ്ജുവിനും വന്നേക്കാം. ഇഷാനും ശ്രേയസും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ വിസമ്മതിച്ചതിനാൽ നിലവിൽ BCCI കരാറിന് പുറത്താണ്. എന്നാൽ സഞ്ജുവിന് കരാറുണ്ട്. ഇത് നഷ്ടപ്പെടാതിരിക്കാനും ടീമിൽ തുടരാനും കേരളത്തിനായി കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആ ഫോമും നിലനിർത്തേണ്ടി വരും. കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച നല്ല വാർത്തയാണെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കുക സഞ്ജുവിന് കടുപ്പമാകും. ഇത് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ ഉയർത്തിയേക്കും. വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്കുള്ള പോരാട്ടം കടുക്കുകയാണ്. KL രാഹുലും ഗംഭീറും നല്ല ബന്ധമാണുള്ളത്. രാഹുൽ നായകനായ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഉപദേഷ്ടാവായിരുന്നു ഗംഭീർ. അതുകൊണ്ട് തന്നെ T20-യിലടക്കം രാഹുലിൻ്റെ തിരിച്ചുവരവ് ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. അവിടെ സഞ്ജു ഒരുപക്ഷെ തഴയപ്പെട്ടേക്കാം. ധ്രുവ് ജുറേൽ, ജിതേഷ് ശർമ്മ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം തന്നെ ശക്തമായ എതിരാളികളായി സഞ്ജുവിന് മുന്നിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഞ്ജുവിന് കൂടുതൽ അവസരം നൽകാൻ ഗംഭീർ തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന T20 പരമ്പരയിൽ സഞ്ജുവിൻ്റെ സ്ഥാനം സംബന്ധിച്ചിരിക്കും സഞ്ജുവിൻ്റെ ഭാവി എന്നും പറയേണ്ടിയിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ സഞ്ജു ടീമിൽ ഉണ്ടാകുമോ എന്നതും ശ്രീലങ്കൻ പരമ്പരയിലെ അവസാനത്തിലൂടെ തന്നെ വ്യക്തമാകുന്നതാണ്. എന്തായാലും സഞ്ജുവിനെ പൂർണ്ണമായും ഗംഭീർ തഴയുമെന്ന് കരുതാനാകില്ല. കൂടുതൽ അവസരങ്ങൾ സഞ്ജുവിന് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. സിംബാബ്വെക്കെതിരെ സഞ്ജുവിന് തിളങ്ങാനായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പരമ്പരയിലും സീറ്റ് ലഭിക്കാൻ, അതായത് സഞ്ജുവിന് സീറ്റ് ലഭിക്കാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ. എന്തായാലും അന്തിമ തീരുമാനം ഗംഭീറിൻ്റേതാകുമെന്ന് ഉറപ്പാണ്.